നെടുങ്കണ്ടം കട്ടക്കാല റോഡിന്റെ ശോചനീയ അവസ്ഥയ്ക്ക് ഒരു പരിഹാരവുമില്ലാതെ തുടരുകയാണ്. 4.5 കിലോമീറ്റർ റോഡിനായി 5 കോടി 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്ന റോഡ് കൂടി കുത്തിപ്പൊളിച്ചതോടെ കാൽനട യാത്രക്കാരെ വരെ അത് ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. പതിനൊന്ന് മാസം കൊണ്ട് റോഡ് നിർമ്മിക്കണമെന്നായിരുന്നു കരാർ. 2023 ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിച്ചു. ഏതാനും ഭാഗത്ത് കുറച്ച് ജോലികൾ ചെയ്തതല്ലാതെ തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല. 5 കോടി 5 ലക്ഷം രൂപ അനുവദിക്കുകയും അത് തൊടുപുഴയുള്ള ഒരു കോൺട്രാക്ടർ അദ്ദേഹം കോൺട്രാക്ട് എടുക്കുകയും അതിനുശേഷം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെയധികം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളമില്ലാത്തതുകൊണ്ടാണ് ടാർ ചെയ്യാത്തതെന്നാണ്, അതിനുശേഷം മെറ്റീരിയൽ കിട്ടാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം കുറെ നാളുകളായിട്ട് പോകുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെയധികം ദുരിതത്തിൽ കൂടെയാണ് യാത്രക്കാരും കാൽനടക്കാരും ഈ വഴിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ ബസ്സുകളും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെ ദിവസേന 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഏറെ ദുരിതത്തിലാകുന്നവരുടെ കൂട്ടത്തിൽ ആയുർവേദ സർക്കാർ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി പോകുന്ന രോഗികളുമുണ്ട്. ഞങ്ങൾ PW ഓഫീസുമൊക്കെയായി ബന്ധപ്പെട്ടപ്പോൾ അവർ പല പ്രാവശ്യങ്ങൾ കോൺട്രാക്ടർക്ക് കത്ത് കൊടുത്തു. ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന പറഞ്ഞൊരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ് പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഒരു ഹരിജൻ കോളനി അടക്കം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് 100 കണക്കിന് കിടപ്പ് രോഗികളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. BMDC നിലവാരത്തിൽ റോഡ് നിർമ്മിക്കുന്നതിനായി പഞ്ചായത്തിന്റെ കയ്യിൽ നിന്നും PWD ഏറ്റെടുത്തതാണ് റോഡ്. എന്നിട്ടും പ്രയോജനമുണ്ടായില്ല. റോഡ് നിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീക്കി എത്രയും വേഗം നിർമ്മാണം പുനരാരംഭിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കുമളി.